ഇന്നലെ നല്ലൊരു രീതിയിലുള്ള ഒരു ലിക്വിഡേഷൻ നടന്നതായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ട്. ഏകദേശം ന്യൂസ് ഔട്ട്ലെറ്റുകൾ പറയുന്നത് ഏകദേശം 400 മില്യൺ ഡോളറിനുള്ള ലിക്വിഡേഷൻ 2 മണിക്കൂർ കൊണ്ട് ഉണ്ടായെന്നാണ് പറയണത്. ഇതിനെ കാരണം പറയണത് SEC, അതായത് അമേരിക്കയുടെ ഈ ട്രേഡിങ് കാര്യങ്ങളുമായിട്ടുള്ള സെക്യൂരിറ്റികളായിട്ടുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണ സ്ഥാപനം ETF അപ്ലിക്കേഷൻസ് എല്ലാവരുടെയും, അതായത് ബ്ലാക്ക് റോക്ക് പോലുള്ള പല പ്രമുഖ കമ്പനികളുടെയും ETF റിക്വസ്റ്റ് മുഴുവനായിട്ടും തള്ളിക്കളയും എന്നുള്ള ഒരു പാനിക്കാണ്. അപ്പോൾ എന്താ ഉണ്ടായെന്ന് അറിയില്ല. അപ്പം നമുക്ക് ഹാൽവിങ്ങിന് 105 ദിവസം ഉള്ളപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുന്നത് ഒരു വിഷയമാണ്. ഇനിയിപ്പോൾ ഈ ETF നടത്തുന്ന ആൾക്കാർ മാർക്കറ്റിനെ മനഃപൂർവ്വം ക്രാഷ് ചെയ്തിട്ട് ക്യാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമുക്കറിയില്ല. കാരണം ഒരു പാനിക് ക്രിയേറ്റ് ചെയ്യുക, പ്രൈസ് നന്നായിട്ട് ഡ്രോപ്പ് ചെയ്യിക്കുക, ദെൻ ബൈ ഔട്ട് ചെയ്യുക, അങ്ങനെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇപ്പോൾ $45,000 ക്രോസ് ചെയ്തതിൻ്റെ തൊട്ട് പിന്നാലെ മാർക്കറ്റ് മൂക്കുത്തിയതാണ്. ഏകദേശം $40,000, അതായത് ഏകദേശം $5,000 വേരിയേഷനിലേക്ക് മാർക്കറ്റിനെ മൂക്കിടിപ്പിക്കണമെങ്കിൽ ആ ന്യൂസിന് എന്തോരം ബലം ഉണ്ടായിരിക്കണം. പോരാത്തതിന് ഈ ഓഫ് ഷോർ എക്സ്ചേഞ്ചുകൾക്കെതിരെ ഒരു ഇഷ്യൂസ് ഓൾറെഡി ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലും നടക്കണമെന്നുള്ളത് കൊണ്ടും ആൾക്കാർക്ക് പാനിക് ഉള്ള സാഹചര്യത്തിൽ എന്തെങ്കിലും ന്യൂസ് കിട്ടാൻ പറ്റില്ലോ. അപ്പം എൻ്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ പ്രമുഖ കമ്പനികൾ മാർക്കറ്റിനെ മനഃപൂർവ്വം ക്രാഷ് ചെയ്യിച്ച് ക്യാഷ് ഔട്ട് ചെയ്യാനുള്ള ഉദ്ദേശമായിരിക്കും സാധ്യത. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ ഒരു ഐഡിയ ആണ് പറഞ്ഞത്. ബാക്കി നമുക്ക് നാളെ കാണാം.